പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യമനിലെ ഇറാന്റെ പിന്തുണയുള്ള വിമതർ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങി. ഹൂതികൾ സൗദി വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിമാനത്താവളത്തിൽ സൗദി അറേബ്യ ബോംബാക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു സൗദി അറേബ്യയിലേക്ക് ഹൂതികൾ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതോടെ 4 വർഷമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു. തെക്കൻ മേഖലയെ ലക്ഷ്യമാക്കി ഹൂയി സായുധ സംഘം വിക്ഷേപിച്ച മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായി സൗദി അറേബ്യ അറിയിച്ചു. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞു. യമനുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ പ്രദേശത്തിന്റെ തലസ്ഥാനമാണ് അബ്ഹ. 2022 മാർച്ചിൽ അനൗപചാരിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സൗദി അറേബ്യക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. നേരത്തെ ഹൂതികൾ സൗദിയുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചിരുന്നു. തുടർന്ന് സൗദിയും ഹൂതികളും തമ്മിൽ വെടിനിർത്തലിലെത്തി. തിങ്കളാഴ്ച നടന്ന ഈ ആക്രമണം സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തിയിൽ വീണ്ടും സംഘർഷം ശക്തമാകുമെന്ന ആശങ്കയുയർത്തി. ഏപ്രിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സൗദിയുടെ കിഴക്കൻ പ്രദേശങ്ങളെയും റിയാദിനെയും ലക്ഷ്യമിട്ടിരുന്ന ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം തുടങ്ങിയത് മേഖലയിൽ ആശങ്ക നിറച്ചിട്ടുണ്ട്. പുതിയ സംഭവത്തെ നിരീക്ഷകർ ഏറെ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ ആക്രമണങ്ങൾ സൗദി അറേബ്യയും ഹൂതി വിമതരും തമ്മിലുള്ള പുതിയ ശത്രുതയുടെ തുടക്കമായാണ് ഈ ആക്രമണങ്ങളെ ചില നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇതോടെ അവസാനിച്ചതായി അവർ കരുതുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായ സൗദി ഹൂതി സംഘർഷമാണ് വെടിനിർത്തൽ കരാറിലൂടെ അവസാനിച്ചത്. ഹൂതികൾ സൗദിയുടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളാണ് ആക്രമിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ മധ്യപൂർവ്വ ദേശത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണോ എന്ന ആശങ്കയാണ് ഉയർന്നത്. ഇറാൻ തങ്ങൾ പിന്തുണയുള്ള ഹൂതികളിലൂടെ സൗദിയുടെ അനുമതിയില്ലാതെ നേരിട്ട് ടെഹ്റാനിൽ നിന്ന് സനായിലേക്ക് വിമാനം അയച്ചതും തിരിച്ചയച്ചതും സൗദിയുടെ നിയന്ത്രണത്തെ വെല്ലുവിളിക്കുന്ന നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലേറായി യമനിലേക്ക് വരുന്ന എല്ലാ വിമാനങ്ങൾക്കും സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ മുൻകൂർ അനുമതി ആവശ്യമായിരുന്നു. 2014 മുതൽ ഹൂതികൾ യമൻ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. 2015 സൗദി അറേബ്യ യുദ്ധത്തിൽ ഇടപെട്ട് ഹൂതികളെ തോൽപ്പിക്കാൻ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിച്ചു. എന്നാൽ ഇപ്പോഴും ഹൂതികൾ യമന്റെ തലസ്ഥാനമായ സനായും വടക്കൻ പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നു. അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരാണ് രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തിന്റെ വലിയൊരു മേഖലയും നിയന്ത്രിക്കുന്നത്. ചെങ്കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ. അവിടെ നിന്നവർക്ക് ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനും സൗദിയുടെ എണ്ണ കയറ്റുമതി തുറമുഖങ്ങൾ ആക്രമിക്കാനും കഴിയും. സൗദി ഹൂതികൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത്. ഹൂതികൾ വീണ്ടും ചെങ്കടലിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം.